കുറേ ദിവസമായി എല്ലാവരുടെ അടുത്തും സംസാരിക്കാൻ വന്നിട്ട്. അപ്പം ഇന്ന് വന്നിരിക്കുകയാണ്. എൻ്റെ വീട്ടിലെത്തി. ഞാനിവിടെ ഇരുന്നിട്ടൊന്ന് പറയാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. വെളിച്ചവും വെട്ടവും ഒന്നും ശരിയായിരിക്കില്ല. ബട്ട് ഐ തോട്ട് ഐ വിൽ ജസ്റ്റ് ടോക്ക് ടു യു. എല്ലാവരോടും മിണ്ടാഞ്ഞിട്ട്. പിന്നെ ഞാൻ അവിടെ താമസിക്കുകയായിരുന്നില്ലേ, അപ്പോൾ നിരാമയത്തിൽ ഇറ്റ് വാസ് റിയലി നൈസ്. അപ്പോൾ അവിടെ പോയത് കാരണം കുറച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. അതിനൊക്കെ ശേഷം എല്ലാവരോടും സംസാരിക്കാമെന്ന് ഓർത്ത് വന്നു കേട്ടോ. ഈ നമ്മൾ ബിലോങ്ങിങ് ആയിട്ടുള്ള സ്ഥലമല്ലേ, നമ്മളെവിടെയാണ് ജനിച്ചത്, നമ്മളെവിടെയാണ് വളർന്നത് എന്നൊക്കെ ഉള്ളത്, അതൊരു സർക്കിൾ പോലെ നമ്മളെ ചുറ്റി വരും എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതെന്താണെന്ന് പറയട്ടെ പറയാൻ കാര്യം. ഈ കാലടിയിലല്ലേ ഞാൻ ജനിച്ചതൊക്കെ. അപ്പോൾ ശ്രീ ശങ്കരാചാര്യരുടെ ഒരു ഒരു എന്താ പറയുക, പാദസ്പർശമേറ്റ ഭൂമിയിലൂടെയാണല്ലോ ഞാനുമൊക്കെ നടന്നിട്ടുണ്ടാവുക. എപ്പോഴെങ്കിലുമൊക്കെ ഈ മണൽത്തരികളിൽ ശങ്കരാചാര്യരുടെ പാദസ്പർശം വന്നിട്ടുണ്ടാവും. പിന്നെ സെൻറ്റ് തോമസ് വന്നിരുന്നു എന്ന് പറയുന്നുണ്ട് മലയാറ്റൂരിൽ. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ കുറേ സെയിൻസിൻ്റെയൊക്കെ ഒരു പാദസ്പർശം ഏറ്റ ഭൂമി അല്ലേ. നിങ്ങൾക്കതൊരു വല്ലാത്ത നമുക്കൊരു സുഖം തോന്നൂല്ലേ അതൊക്കെ കേൾക്കുമ്പോൾ. ഇത്രയും നല്ല പുണ്യം ഉള്ള ഇവിടെ ഒരു സമാധാനം ഇല്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ ഫോൺ അടിക്കും, അല്ലെങ്കിൽ പട്ടി കുരയ്ക്കും, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഇവിടെ. അതുകൊണ്ട് അത്ര കറക്റ്റായിട്ടൊന്നും ഇപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് ഈ എണ്ണ തേച്ച് കുളിയുമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ശരി അതാ പറയാൻ വന്നത്. അപ്പോൾ എവിടെന്നാണ് നിങ്ങൾ വന്നതെന്ന് ചോദിക്കും ആൾക്കാരെ. ഞാൻ അവിടെ പോയപ്പോൾ എല്ലാവരും ചോദിച്ചപ്പോൾ കാലടി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം എല്ലാവർക്കും. അത് പറയാനാണ് ആദ്യത്തെ കാര്യം ഇത് പറഞ്ഞു. ഇനി ഞാൻ എൻ്റെ ചികിത്സയെ പറ്റി പറയട്ടെ കേട്ടോ. നിങ്ങൾ ഷോർട്സിൽ പോയി നോക്കൂ. അതിനകത്ത് ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് നിരാമയത്തിൻ്റെ ചെറിയ, എനിക്ക് എന്താണ് അവിടെ നിന്ന് കിട്ടിയതെന്ന് ഞാൻ പറയട്ടെ. നിരാമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമയത്തിനെ ഇല്ലാതെയാക്കുന്ന സ്ഥലം. അതായത് ഹോസ്പിറ്റൽ എന്നുള്ളത് പോലെ തന്നെ വ്യാധികളെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്നു. അതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിൻ്റെ പേര് നിരാമയം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും പലർക്കും. ഒളപ്പമണ്ണ എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നല്ലോ, ആ കവിയുടെ മകനാണ് ഇത് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ശ്രീദേവി എന്നാണ് പേര്. അതെ, അവരുടെ വീടാണ്, അവർ ജനിച്ച് വളർന്ന വീടാണിത്. അവരുടെ അച്ഛൻ്റെ മനയാണിത്. അപ്പോൾ അവിടെ ഇപ്പോൾ അവരുടെ ബ്രദേഴ്സിൻ്റെ മക്കളും അവരൊക്കെയാണ് ശരിക്കും അതിൻ്റെ കുറേ ഉണ്ടാവുമല്ലോ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ ഇത് ഈ ശ്രീദേവി എന്ന് പറയുന്ന ആയമ്മയുടെ മകനും ഭാര്യയും കൂടിയാണ് നടത്തുന്നത്. ഞാൻ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടായിട്ട് മാറിയവർ. എനിക്ക് ഫ്രണ്ട് എന്നുള്ളൊരുപരി വല്ലാത്തൊരു ആത്മബന്ധം തോന്നി കേട്ടോ. ഇതൊന്നും ബിസിനസ് മൂലമായിട്ടുള്ള ഒരു ഇതൊന്നും അല്ല. കാരണം ഇതൊക്കെ നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് അവരെ റിയലി ഐ സല്യൂട്ട് ദം. പാർവതി ആൻഡ് രാകേഷ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഇവർ രണ്ടുപേരുമാണ് അത് നടത്തുന്നത്. വലിയ സെറ്റപ്പ്, ഇങ്ങനെ 15, 30, 40, 50 പേര് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഒരേ സമയം ഒരു 10 പേരൊക്കെയാണ് അവർ അക്കോമഡേറ്റ് ചെയ്യണത്. ഇപ്പോൾ അതും കോസി ആയിട്ടുള്ള റൂംസ്, അതിൻ്റെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സിനെ പറ്റി പറയണേ ചേച്ചി എന്ന് പറഞ്ഞു. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറയാം കേട്ടോ. ഇത് അവിടെ ഡോക്ടേഴ്സ് ഉണ്ട്. ഹോസ്പിറ്റലാകുമ്പം 2 ഡോക്ടേഴ്സ് അവിടെ താമസിക്കുന്നുണ്ട്. ഒരു ഡോക്ടർ അവിടെ താമസിക്കുന്നുണ്ട് ആറമ്മായിട്ട്. പകൽ സ്ഥിരം ഒരു ഡോക്ടർ വരുന്നുണ്ട്. പിന്നെ 2 കൺസൾട്ടൻറ്റ് സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട്. ഒരാൾ വന്നിട്ട് ഡോക്ടർ സിന്തോഷ് എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹമാണ് എന്നെ നോക്കിയത്. കോട്ടക്കലിൽ നിന്നൊക്കെ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള എന്താ പറയുക, കോട്ടക്കൽ ഇല്ലേ, അവിടെ നിന്നാണ് ഡോക്ടർ സന്തോഷ് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഡോക്ടർ ചാക്യാർ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹവും വൈദ്യരത്നമോ അങ്ങനെ എന്തോ ആണ്. ഡോക്ടർ ചാക്യാർ എന്നെ ചികിത്സിച്ചില്ല, അതുകൊണ്ട് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ അദ്ദേഹത്തോട് ഇൻട്രാക്ട് ചെയ്തില്ലായിരുന്നു. പക്ഷേ ഇവർ ഇത്രയും പേര്, ഡോക്ടർ ആതിര, ഡോക്ടർ കാർത്തിക, ഡോക്ടർ സന്തോഷ്, ഇവർ 3 പേരുമാണ് അവിടെ എപ്പോഴും എൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു വീഡിയോ കൺസൾട്ടേഷനോ അല്ലെങ്കിൽ ഓഡിയോ കൺസൾട്ടേഷനോ വാട്സപ്പ് വഴിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടർ പറയും നിങ്ങൾക്ക് ഏത് ചികിത്സയാണ് നല്ലത്, ഇവിടെ വന്നിട്ട് ഇത്ര ദിവസമെങ്കിലും മിനിമം ചെയ്യണം. എനിക്ക് 10 ഡേയ്സാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ 7 ഡേയ്സ് ആക്കിയിട്ട് വന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട്
പ്രിസ്ക്രൈബ് ചെയ്യും. നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ നോക്കിയിട്ട് ചൂട് ശരീരമാണോ തണുപ്പ് ശരീരമാണോ എന്നൊക്കെ നോക്കിയിട്ട് അവരൊരു പ്രോസസ്സ് അവർ പ്രിസ്ക്രൈബ് ചെയ്യും. അതനുസരിച്ചായിരിക്കും നമ്മുടെ ചികിത്സ. അപ്പോൾ ചികിത്സ എന്ന് പറയുമ്പോൾ ഒരുപാട് വേദനകളും ഉളുക്കുകളും ചതവുകളൊക്കെ ഉള്ളവർക്ക് അതനുസരിച്ച് ചിലപ്പോൾ അധികം ദിവസം വേണ്ടി വന്നേക്കും കേട്ടോ. അതല്ല അത്രയും വേണ്ട, എനിക്ക് അത്ര അങ്ങനെ ചുളുക്കും ചിളക്കൊന്നും ഇല്ല. പക്ഷേ എനിക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണല്ലോ അധികവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും ദിവസം, ഇനിയും ഒരു കുറച്ച് ദിവസം കൂടെ കിടന്നാൽ നല്ലതായിരിക്കും. ഈ ഞാനല്ലേ അല്ലെങ്കിലേ ഞാൻ ബഗിളിയാ. എനിക്ക് 7 ദിവസമൊക്കെ അടങ്ങി കിടക്കാൻ പറ്റിയത് തന്നെ ഭാഗ്യം എന്ന് വിചാരിക്കായിരുന്നു ഞാൻ. അതൊരു ഇൻറ്റീരിയറാണ് കേട്ടോ. അങ്ങനെ ഉള്ളിലേക്ക് നല്ല ഭംഗിയുള്ള ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞ ചേർപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തൃശ്ശൂരിൻ്റെ. അതിൻ്റെ പിന്നാമ്പുറത്ത് ഒരു കുളമുണ്ട് ഈ മനയുടെ. അപ്പോൾ സാധാരണ രീതിയിൽ മനകളൊക്കെ കുറച്ചിങ്ങനെ താഴെയായിരിക്കും. എൻ്റെ ഫ്രണ്ട് രുക്മിണിയുടെ മന ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, ഒരു ഇതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചിങ്ങനെ പൊക്കം കുറഞ്ഞിട്ടായിരിക്കും. 8 കെട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കൊളോണിയൽ ആർക്കിടെക്ചറും കൂടെ ചേർന്നിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ ഉറപ്പായിട്ടും. നന്ദനം സിനിമയിൽ നമ്മുടെ കൃഷ്ണൻ്റെ വീടായിട്ട്, അതായത് ഒരു കൃഷ്ണനെ കാണുന്നുണ്ടല്ലോ, നമ്മുടെ എന്താ നവ്യ നായരിരുന്ന് സംസാരിക്കുന്നില്ല, അപ്പോൾ നോക്കുമ്പോൾ ഒരു വീട് വലുത് കാണിക്കണില്ലേ, രേവതി മുകളിൽ നിൽക്കണതൊക്കെ ആയിട്ട്. അങ്ങനത്തെ ഒരു വീട്, ഒരു മോഡൽ പറയാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനത്തെ ഒരു നല്ല എഡിഫൈസ് ലൈക്ക് തലയുയർത്തി നിൽക്കുന്ന ഒരു വീട്. അതിൻ്റെ ഫോട്ടോ അതിൽ കാണാം കേട്ടോ, ഒന്ന് ഷോർട്സിൽ പോയി നോക്കണേ. അപ്പോൾ അതാണ് നിരാമയം. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്കത് അവിടെ നിന്ന് പറയാൻ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്, എപ്പോഴും എണ്ണയും കുഴമ്പൊക്കെ ഇട്ടിട്ട് നൈറ്റിയൊക്കെ ഇട്ടിട്ടൊക്കെ ആയിരിക്കും. ഞാൻ 2-3 ചുരിദാർ കൊണ്ടുപോയി, അതെല്ലാം പക്ഷേ എണ്ണയായി. ഇനി അത് നന്നാക്കി എടുക്കണം. ചിലപ്പോൾ ചീത്തയായി പോകുമെന്ന് തോന്നുന്നു. നല്ല ഒരുപാട് മരുന്നുകളും ഒക്കെ ഇട്ടിട്ടുള്ള എണ്ണയൊക്കെ അല്ലേ. അപ്പോൾ എപ്പോഴും ഞാൻ അങ്ങനെ കുളിച്ച് പോലെയൊക്കെ ഇരിക്കണം. അതുകൊണ്ട് കുറച്ച് വീഡിയോസേ ഞാൻ എടുത്തുള്ളൂ. അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. പിന്നെ ആയുർവേദം എന്ന് പറയുന്നത് പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ മണം, ഇഞ്ചിപ്പുൽ തൈലം അതൊക്കെ ഉണ്ടല്ലോ. പണ്ട് എൻ്റെ ആങ്ങളെ എന്താ ചെയ്തതെന്നറിയോ, എൻ്റെ അച്ഛൻ ഇടുക്കിയിലായിരുന്ന സമയത്ത് അവിടെ നിന്ന് ഇഞ്ചിപ്പുൽ തൈലം വാങ്ങിച്ചുകൊണ്ടുവന്നു. നമ്മൾക്ക് ഇവിടെയൊക്കെ കഴുകാനൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസം നോക്കുമ്പോൾ അതെടുത്ത് കളിച്ചിട്ടാന്ന് തോന്നുന്നു പൊട്ടിപ്പോയി. എന്തോ ചെയ്തു, അവനതിൻ്റെ പണിക്കുറ്റം തീർത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവനത് മറയ്ക്കാനും പറ്റില്ല, അവൻ ഇങ്ങനത്തെ പരിപാടി ചെയ്യുവേ. അവിടെ വന്നപ്പോൾ ഭയങ്കര ഇഞ്ചിപ്പുല്ല് തൈലത്തിൻ്റെ മണം, ഇതിട്ട് കളിച്ചെങ്കൊണ്ട് പൊട്ടിപ്പോയതാ, അങ്ങനെ പിടികിട്ടി. അതിൻ്റെ കാര്യം അങ്ങനെ തീർന്നു കിട്ടി. ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമായിരുന്നു. സോ അങ്ങനത്തെ മണങ്ങൾ എനിക്കിഷ്ടമാണ്. പിന്നെ വളരെ വിരളമായിട്ട് കാണുന്ന പൂക്കളില്ലേ, എൻ്റെ ദൈവമേ, എന്താണ് ആ പൂവിൻ്റെ പേര്, അയ്യോ, ശംഖുപുഷ്പം. ഇവിടെ എൻ്റെ അടുത്ത് ഇവിടെ അച്ഛൻ്റെ ഇവിടെ ഉണ്ട് ശംഖുപുഷ്പം. ആ ശംഖുപുഷ്പ പൂക്കൾ കുറേ ഇങ്ങനെ വലിയൊരു പന്തൽ പോലെ കയറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ മന്ദാരപ്പൂ കണ്ടു. പിന്നെ ഒരു മരത്തിലേക്ക് വർഷങ്ങളായിട്ട് പടർന്നു കിടക്കുന്ന മുല്ലപ്പൂ, അതിൻ്റെ വാസന ഇങ്ങനെ വരുന്നു. നിറച്ച് ഇലഞ്ഞി മരങ്ങൾ, ഇലഞ്ഞി പൂവില്ലേ, കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ള പൂവാണെന്ന് പറയില്ലേ, ആ ഇലഞ്ഞിപ്പൂവ് അങ്ങനെ. അപ്പം അതിൻ്റെയൊക്കെ മണവും കുറച്ച് മുമ്പ് വരെ നല്ലോണം കുറേ ഉണ്ടായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പം റൂമിലേക്കൊക്കെ ആ കാറ്റിൽ ആ മണമൊക്കെ ഇങ്ങനെ വരികയാണ് എങ്ങനെ അതെല്ലാം. പിന്നെ ഞാൻ ഒരു വീറിൽ ബാമ്പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇങ്ങനെ ഇലകളിങ്ങനെ ഇങ്ങനെ കാറ്റത്താടുന്ന സൗണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം നമ്മൾ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ കേരളത്തിൽ താമസിക്കുന്നവർക്ക് ഇതെല്ലാം കാണും ചുറ്റുവട്ടത്തിൽ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. എന്താണെന്നറിയോ ഞാൻ പറഞ്ഞു തന്നത്? ദിസ് ഈസ് കോൾഡ് മൈൻഡ്ഫുൾനെസ്, മൈൻഡ്ഫുൾ ലിവിങ്. നോക്കൂ, മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കൂ എന്നൊക്കെ ആൾക്കാർ പറയണില്ലേ. അപ്പോൾ എന്താപ്പം ഈ മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കാമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഇതാണ് ആ പൂവ് ഒരെണ്ണം ഇങ്ങനെ പറിച്ചെടുത്തിട്ടൊന്ന് മൂക്കിൽ മണപ്പിക്കൂ. പിന്നെ മറ്റേ വേറൊരു വയലറ്റ് കളറിലെ വലിയ ഇങ്ങനെ തണ്ട് നീണ്ടിട്ട് ഇങ്ങനെയുള്ളൊരു പൂവുണ്ട്. ഞങ്ങളിവിടെ അതിന് പറഞ്ഞിരുന്ന കുങ്ങിണിപ്പൂന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഒരു ശംഖുപുഷ്പം വലുത്, അതങ്ങനത്തെ ഒരു പൂവുണ്ട്, അതുണ്ട്. അത് എൻ്റെ ടെറസിലുണ്ടായിരുന്നു. ചെന്നൈ വീട്ടിൽ ടെറസിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ റീൽസിലൊക്കെ ഇടാറുണ്ട് ആ പൂ ഇങ്ങനെ കാറ്റത്താടുന്നത്. ഇതൊക്കെ എനിക്ക് അതൊരു നൊസ്റ്റാൾജി. അവിടെ ചെന്നപ്പോൾ ഇതെല്ലാം ഉണ്ട് അവിടെ. മുക്കൂറ്റി, തട്ടാവാടി. അപ്പോൾ അവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നേ, ദുബായിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് 2-3 പേര്. അപ്പോൾ ബിന്ദു എന്നൊക്കെ പേരായിട്ട്. അപ്പോൾ ബിന്ദു പറയായിരുന്നു, ബിന്ദു ടെറേറിയം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കും. നിങ്ങൾക്കറിയോ ടെറേറിയം എന്താന്ന്? ടെറേറിയം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ്സിനകത്ത് ഗാർഡൻ ഉണ്ടാക്കി വെക്കുന്ന അറിയായിരിക്കും പലർക്കും. നിങ്ങളൊന്ന് അടിച്ചു നോക്കൂ, ടെറേറിയം.
അപ്പോൾ ചെറിയ ചെറിയ ചെടികളൊക്കെ അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ആ ഗ്ലാസ് ഇപ്പോൾ AC ഒക്കെ അല്ലേ നമ്മളവിടെ UAE-ലൊക്കെ, അപ്പോൾ ആ വീടുകളുടെ അകത്ത് വെക്കാനൊക്കെ പറ്റും. അത് അങ്ങനത്തെ സുഖമായിട്ട് വെക്കാൻ പറ്റിയ ഒരു സാധനമാണ്. എന്ന് പറഞ്ഞാൽ സുഖം എന്ന് പറഞ്ഞാൽ വാടിപ്പോകാതെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ടെറേറിയം. അതും ഉണ്ടാക്കുന്ന ഒരു ആളാണ് നമ്മുടെ ബിന്ദു. അപ്പോൾ ബിന്ദുവിന് ഞാൻ പറഞ്ഞു, ബിന്ദു ഇതൊക്കെ ഇത് നല്ല ഭംഗിയായിരിക്കും ആകെ ടെറേറിയത്തിൽ വെച്ചാന്ന് പറഞ്ഞു. മുക്കൂറ്റിപ്പൂ ഒക്കെ എടുത്തുവിടാം, അങ്ങനെ കുറച്ച് പറിച്ചുകൊണ്ട് വെക്കുള്ളൂ. അവിടെയൊക്കെ മേടിക്കണമെങ്കിൽ മുക്കൂറ്റി, പിന്നെ തൊട്ടാവാടിയില്ലേ, അതൊക്കെ ആളുകൾ പൈസ മേടിക്കുന്നു. തൊട്ടാവാടിക്ക് 100 ദിർഹംസ് ഒക്കെയാണെന്ന് അവിടെ ഗാർഡനിൽ. അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഇതൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട്. പക്ഷെ അവർ പറയുന്നായിരുന്നു 100 ദിർഹംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2500 രൂപ ഒരു തൊട്ടാവാടി ചെടിക്ക്. കുറച്ച് കൊണ്ടുപോകാം അല്ലേ, അതുകൊണ്ടായിരിക്കും അവർ സമ്മതിക്കില്ല ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനൊന്നും ആയിട്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. എന്തായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്, കണ്ട മറന്നുകൊണ്ട് കണ്ടോ. പക്ഷെ ഭയങ്കര സന്തോഷമായിട്ടാട്ടോ അവിടെ നിന്ന് തിരിച്ചു വന്നത്. അവിടുത്തെ പഴയ കാലത്തെ അമ്പലങ്ങൾ ഇതൊക്കെ കണ്ടു. പെരുവനം മഹാക്ഷേത്രം എന്നൊക്കെ ശിവക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് പഴയ കാലത്തെ ശിവാലയങ്ങളിൽ ഒന്നാണ്. ഞങ്ങൾ അവിടെ മാവേലിക്കര പോകുമ്പോൾ, മാവേലിക്കര ഉള്ളവർക്ക് അറിയാൻ പറ്റും, കണ്ടിയൂര് പോകുന്ന ഒരു ഫീലിംഗ്, അങ്ങനത്തെ ഒരു അമ്പലമായിരുന്നു അത്. പാർവതിയും ശിവനും. പിന്നെ അവിടെ അല്ലേ മാടത്തപ്പൻ എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഇങ്ങനെ നമ്മൾ തൃശ്ശൂർ അമ്പലമല്ലേ, ആ അമ്പലം പോലത്തെ അമ്പലം. എന്നിട്ട് പക്ഷെ നമുക്ക് അവിടെ ഇങ്ങനെ സ്റ്റെപ്സ് വഴി കയറിയിട്ട് പോയിട്ട് അവിടെ ഒരു ശിവലിംഗമൊക്കെ ഉണ്ട്. അപ്പം മുകളിൽ സ്റ്റെപ്സിൽ നിന്ന് തൊഴുതിട്ട് താഴോട്ട് ഇറങ്ങി വരാം. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അമ്പലം കേട്ടോ. നന്നായിട്ടുണ്ട്. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ വരൂ നമുക്ക് അമ്പലം അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ എന്തൊക്കെയോ പ്രോഗ്രാം ആയിരുന്നുകൊണ്ട് അമ്മ വന്നില്ല. അതുകൊണ്ട് തിരിച്ച് ഇന്നലെ വന്നപ്പോൾ ഞാൻ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ പോവാറുണ്ട് കേട്ടോ. പണ്ട് അമ്മ കൊണ്ടുപോകാറുണ്ട് അവിടെ എനിക്ക്. അതിപ്പോൾ ഭയങ്കര ഫേമസ് ആണല്ലോ, നമ്മുടെ നരേന്ദ്രമോദി പോയത് കാരണം. അവിടെ പോയി തിരിച്ചു വന്നപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ കയറി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു, എന്നാലും കയറി ജസ്റ്റ് ഒന്ന് നമ്മുടെ റീചാർജ് ചെയ്തിട്ട് വന്നു. സോ ഇറ്റ് വാസ് റിയലി നൈസ് ആണ് ഞാൻ പറയണേ. ഈ സമയം കാര്യം പറഞ്ഞാൽ ഇവിടെ ചൂടും ഇല്ല എന്നാൽ തണുപ്പില്ല. പലർക്കും ചൂടുണ്ട്, എന്നാൽ എനിക്ക് അത്ര കുഴപ്പം തോന്നിയില്ല കേട്ടോ. നവംബർ മാസത്തിൽ മഴയും പെയ്യണു, പിന്നെ എന്ത് വേണം അല്ലേ, നല്ല മഴയും കണ്ടു. അപ്പോൾ ഇതാണ് എൻ്റെ നാട്ടിൽ വന്നിട്ടുള്ള വിശേഷം. നിങ്ങൾ ഒരാഴ്ചയായിട്ട് ഞാൻ അവിടെയാണെന്ന് അറിഞ്ഞതുകൊണ്ട് ആരും എൻ്റെ വീഡിയോസൊന്നും നോക്കാൻ പോയിണ്ടാവില്ല, ഉണ്ടോ ഇല്ലോ എന്നൊക്കെ. അപ്പം തിരിച്ച് ഞാൻ തന്നെ വന്നിട്ട് സ്വയമായിട്ട് ഇടിച്ച് കയറി വരണേ. കൂട്ടുകാരെ ഞാൻ വന്നു. സോ എൻ്റെ വീഡിയോസൊക്കെ ഇനിയും കാണുക. എന്നെ സന്തോഷിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവരും എന്നോട് വന്ന് പറയുന്നുണ്ട്, ചേച്ചി എന്ത് രസമാണ് ചേച്ചി അത് പറയുന്നത് കേൾക്കാൻ. എന്ത് രസമാണെന്നറിയോ, എന്ത് സുഖമാണെന്നറിയോ നിങ്ങളങ്ങനെ എന്നോട് പറയുമ്പോൾ. എനിക്കങ്ങ് സന്തോഷമാണ്. ഇന്ന് കണ്ണ് കുറച്ച് പേരാണെങ്കിലും അങ്ങനെ എന്നെ കാണുമ്പോൾ പറയുന്നുണ്ടല്ലോ, എനിക്കത് മതി. അതൊരു വല്ലാത്ത ഒരു അനുഭൂതിയാണല്ലേ. നമുക്ക് ഒരു പാറ്റ് ഓൺ ദ ഷോൾഡേഴ്സ് ആരെങ്കിലുമൊക്കെ തരുമ്പോൾ, അപ്പോൾ അതൊരു ഒരു കാര്യം ഞാൻ പറയാമെന്ന് ഓർത്തു അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ പോയി നിന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ, ചികിത്സയൊക്കെ ഇത്തിരി പൈസയൊക്കെ വേണ്ടേ കുറേ. അപ്പോൾ അതിന് പറ്റാത്തവർ വീട്ടിൽ തന്നെ ഈ തൈലമൊക്കെ തേച്ച് ആഴ്ചയിൽ ഒരു ദിവസം കുളിയൊക്കെ ശീലാക്കും കേട്ടോ. പറ്റുന്നവർ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു 7 days. ഞാൻ മദ്രാസിൽ ഉണ്ടായിരുന്ന സമയത്ത് 2018 വരെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല. ആ സമയത്ത് അവിടെ ചോളയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ഉണ്ടായി, മെഡിമിക്സുകാരുടെ. അതിൽ ഞാൻ പോയിട്ടുണ്ട് ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സുഖമെന്ന് അത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ. പക്ഷെ അത് ഡേ സ്കോളറായിട്ട് രാവിലെ പോയിട്ട് അത് ചെയ്തിട്ട് വരും, അല്ലെങ്കിൽ വൈകുന്നേരം പോയിട്ട് അങ്ങനെ 4 ദിവസത്തെ ചികിത്സയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. ഞവരക്കിഴി എന്ന് പറഞ്ഞ സാധനം. ഇപ്രാവശ്യം അതായിരുന്നില്ല, ഓയിൽ ബാത്തായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ആയുർവേദം എല്ലാവർക്കും ഇഷ്ടമാവണമെന്നൊന്നുമില്ല, പക്ഷെ എത്രയോ ആളുകൾ പുറത്തുനിന്ന് വന്നിട്ടേ അവരെല്ലാം ഇതിൻ്റെ പ്രയോജനം കിട്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് നാട്ടിലുള്ളവർക്ക് ഈ പ്രയോജനം കിട്ടേണ്ടതല്ലേ അല്ലേ. അപ്പം നിങ്ങൾ ഇപ്പം ഇനി 2 ദിവസം എനിക്ക് ഇതായിരിക്കും അല്ലേ, ആയുർവേദത്തെ പറ്റിയിട്ടുള്ള ചിന്തകളായിരിക്കും സ്വാഭാവികം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയിട്ട് വാദോരാതെ പറയുന്ന. പണ്ട് ഞാനിങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നു, അമ്മ ഇത് കണ്ടോ, അമ്മ അങ്ങനെ പറഞ്ഞു. അതിന് അമ്മ ഇന്നലെ വരാഞ്ഞ കാരണം എനിക്ക് അമ്മയുടെ അടുത്ത് ഇച്ചിരി പിണക്കമുണ്ടായിട്ടോ. അമ്മ എന്ത് പണിയല്ലേ കാണിച്ചത്, അമ്മ വരേണ്ടതല്ലായിരുന്നു എന്നെ കാണാനായിട്ട്. ഞാനിങ്ങനെ ഇന്നലെ സിംഗിളിനെ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞു, അമ്മ വന്നില്ല സിംഗിളെ. അപ്പം എൻ്റെ കസിൻ ജിതിൻ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ജിതിൻ ഈ അമ്മയുണ്ടല്ലോ വിളിക്കുന്നേ ഇല്ലായിരുന്നു എന്നെ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇവിടെ അമ്പലത്തിൻ്റെ തിരക്കും, അമ്മ എങ്ങനെയാണ്. അപ്പോൾ ജിതിൻ പറയും, ഡോ എത്ര വയസ്സായി തനിക്ക്, ഇപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കണം. എൻ്റെ അമ്മാൻ്റെ മോനാണ് പുള്ളി. ഇങ്ങനെ ഞങ്ങൾ ഒരേ വയസ്സാണ്, കണ്ട ഇരട്ട പെറ്റ പോലെ ഇരിക്കും.
അപ്പോൾ അദ്ദേഹം എനിക്ക് പറയാം, എത്ര വയസ്സായി, എന്തിനാ ഇങ്ങനെ പറയണത്, ദീപ്ഷിക പറയൂലല്ലോ ഇങ്ങനെയെന്ന് പറയും, എൻ്റെ മോള് പറയൂലല്ലോ ഇങ്ങനെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇപ്പം അച്ഛനും അമ്മയും ഉണ്ട്, അമ്മ പുറത്ത് ഇരിക്കുന്നു, അച്ഛനും പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ് കേട്ടോ. ബോറടിച്ചില്ല എന്ന് വിചാരിക്കുന്നു. എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇനി വരാൻ പോകുന്നവരോട് സ്വാഗതം. എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടില്ലെങ്കിൽ ആ ഷോർട്സിൽ പോയി നോക്കൂട്ടോ വീഡിയോസ്, അവരുടെ നിരാമയം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചിയേഴ്സ്.